നമുക്ക് ആഴ്ചയിൽ ഒന്നാ പള്ളിയിൽ പോകാൻ ഇഷ്ടം. അതും 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് സിബ് വലിക്കാൻ തുടങ്ങും. ശരിയല്ലേ? സ്തോത്രം. പിന്നെ ഇങ്ങനെ കവറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കക്കിൽ വെക്കില്ല പാസ്റ്റർ ഉപദ്രവിക്കാൻ തുടങ്ങും. എൻ്റെ ചർച്ചിലൊന്നും ഒരു പരിപാടി നടക്കില്ല. അവരെന്ത് ഉപദ്രവിച്ചാലും ഞാൻ 4 മണി വരെ പ്രസംഗിക്കും. ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നേരത്തെ വിടുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ച് സ്വതന്ത്രം പകുതി നിർത്തിയിട്ട് ഓടിക്കളഞ്ഞു. സ്വതന്ത്രം ആരോട് സംസാരിക്കാനും നിന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ആൾക്കാർക്കൊക്കെ അതാണ് ട്രെൻഡ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ വന്ന് തല കാണിച്ചിട്ട് സ്വോത്രക്കാഴ്ചിട്ടിട്ട് പോവുക. ആർക്ക് വേണം സ്വോത്രക്കാഴ്ച? അല്ലേ? അതിനിപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ആർക്കും പഴയതുപോലെ സ്വോത്രക്കാഴ്ചയൊന്നും അങ്ങനെ വേണ്ട. അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും വന്ന് നോക്കിയിട്ട് പോവുക, അല്ലെ പകുതി നേരം ഇരുന്നിട്ട് പോവുക. അങ്ങനെ നമ്മുടെ ആരും അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്തോത്രം. ഞായറാഴ്ച മാറ്റി വെക്കണം, ഒരു ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം, അല്ലേ? 12:30 എഴുന്നേറ്റ് എവിടെ പോകാനാണ്? പിന്നീടാണ് കല്യാണത്തിന് പോകുന്നത്. അതൊക്കെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ പോകണം. ഈ ഒരു ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെക്കണം. മനോഹരമായ ആലയം പണിയാൻ ഇവിടെയുള്ള എല്ലാവരും കാണിച്ച സമയത്തിനും താല്പര്യത്തിനും എല്ലാം നന്ദി, എല്ലാം വളരെയധികം സന്തോഷം. ദൈവം അതിലല്ല സന്തോഷിക്കുന്നത്, നിങ്ങൾ ഇതിനകത്ത് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നതിലാണ് പ്രത്യേകത. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ആരാധനകൾ ഇത് പോരാ, ഇനിയും വേണം. ഇതുവരെ നിങ്ങൾക്ക് സൗകര്യങ്ങളില്ലായിരുന്നു. ഇനി 2 തണുപ്പിക്കൽ സംവിധാനം കൂടി ഇതിനകത്ത് നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് രാവും പകലും എപ്പോഴും ഇതിനകത്ത് പ്രാർത്ഥിക്കാം, എപ്പോഴും ഇതിനകത്ത് വചനം ധ്യാനിക്കാം. എല്ലാ സൗകര്യങ്ങളും, നാട്ടുകാരെ ഉപദ്രവിക്കാതെ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആ സമയം നിങ്ങൾ വസൂലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. അല്ലാതെ നമ്മുടെ ബ്രാൻഡഡ് ടൈലാണോ ഇട്ടിരിക്കുന്നത്, ബ്രാൻഡഡ് ആയിട്ടുള്ള എന്താ പറയുക പൂട്ടുകളാണോ ഇട്ടിരിക്കുന്നത്, ഫാനുകളാണോ ഇട്ടിരിക്കുന്നത്, ബോക്സുകളാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. ഇതിനകത്ത് കൂടി വരുന്ന ദൈവജനത്തിന്റെ താല്പര്യമാണ് നോക്കുന്നത്. ഇതിനകത്തൊരു താല്പര്യമുണ്ട് കേട്ടോ. നിങ്ങൾ തൽപരരായതുകൊണ്ടാണ് മനോഹരമായി പണിതിരിക്കുന്നത്.